Hi friends, welcome to JLearn. I am Jairam. So നമ്മൾ ഇന്ന് ഡീൽ ചെയ്യുന്നത് പ്രേസി റൈറ്റിംഗ് ആണ്. സോ വാട്ട് ഈസ് പ്രേസി റൈറ്റിംഗ്? പ്രേസി റൈറ്റിംഗ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് 2026 ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എക്സാം വരുന്നുണ്ട്. 2023 ലാസ്റ്റ് ടൈം വന്നത്. ഇപ്പൊ ഡിഗ്രി ഉള്ളവർക്കൊക്കെ എയിം ചെയ്യാൻ പറ്റുന്ന ആസ്പയർ ചെയ്യേണ്ട ഒരു നല്ല ജോലിയാണ് ഹൈക്കോർട്ട് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ജോലിയാണ്. 55,000 അബവ് സ്റ്റാർട്ടിംഗ് സാലറി ഉള്ള ഒരു ജോലിയാണ്. പക്ഷെ അതിൽ ഇംഗ്ലീഷ് എന്നുള്ളതിന് നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. നമുക്ക് ഒബ്ജക്റ്റീവ് പേപ്പർ ഉണ്ട്, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ ഉണ്ട്, അതൊക്കെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ഒബ്ജക്റ്റീവ് പേപ്പറിലെ 50% മാർക്ക്, 100 മാർക്കിൽ 50 മാർക്കും വരുന്നത് ഇംഗ്ലീഷാണ്. അതിൽ ഇംഗ്ലീഷ് ഗ്രാമർ ആണ് വരുന്നത്. ഇംഗ്ലീഷ് ഗ്രാമറിനാണ് ആ മാർക്ക് വരുന്നത്. അത് കഴിഞ്ഞ് 60 മാർക്ക് എന്തിനുണ്ട്? 60 മാർക്ക് വരുന്നത് ഡിസ്ക്രിപ്റ്റീവ് പേപ്പറാണ്. ഓക്കെ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിൽ വരുന്നതാണ് പ്രേസി റൈറ്റിംഗ് വരുന്നുണ്ട്, എസ്സേ റൈറ്റിംഗ് വരുന്നുണ്ട്, അതുപോലെ തന്നെ കോംപ്രിഹെൻഷൻ വരുന്നുണ്ട്. ഓക്കെ, 10 മാർക്കിന് ഉള്ള ഒരു കാര്യമാണ് പ്രേസി റൈറ്റിംഗ് നമ്മളുടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന്. അപ്പോൾ എന്താണ് പ്രേസി റൈറ്റിംഗ് എന്നുള്ള കാര്യം പലർക്കും അറിയില്ല. പലരും സ്കൂളിൽ ആ ഒരു ടോപ്പിക്ക് പഠിച്ചിട്ടുണ്ടാവില്ല. നമ്മൾ കോംപ്രിഹെൻഷൻ ഒക്കെ പഠിച്ചിട്ടുണ്ടാവും, എസ്സേ റൈറ്റിംഗ് പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ പ്രേസി റൈറ്റിംഗിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ചുരുക്കി എഴുതുക. ആ ഒരു എസ്സേയുടെ ആശയം ചോർന്നു പോകാതെ, നമ്മളുടെ വാക്കുകൾ വരാതെ എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രേസി റൈറ്റിംഗിന്റെ ഒരു ഡെഫിനിഷൻ നമുക്ക് ആദ്യം നോക്കാം. എ പ്രേസി ഈസ് എ ക്ലിയർ, കോൺസൈസ് സമ്മറി ഓഫ് എ ലോങ്ങർ ടെക്സ്റ്റ്. ഒരു വലിയ ടെക്സ്റ്റിന്റെ ഒരു ക്ലിയർ ആൻഡ് കോൺസൈസ് ആയിട്ടുള്ള ഒരു സമ്മറിയാണ്. റിട്ടൺ ഇൻ യുവർ ഓൺ വേർഡ്സ്, നമ്മുടെ തന്നെ സ്വന്തം വാക്കുകളിലായിരിക്കണം. അവിടുത്തെ വാക്കുകൾ എടുത്ത് കോപ്പി അടിച്ച് എഴുതാൻ പാടില്ല. ദാറ്റ് മെയിൻറ്റെയിൻസ് ദ സ്ട്രക്ചർ. സ്ട്രക്ചർ വേണം, ഒരു എസ്സേക്ക് ഒരു സ്ട്രക്ചർ വേണമല്ലോ. അപ്പോൾ ആ ഒരു എസ്സേനെ നമ്മൾ കൺസൈസ് ആക്കുന്ന സമയത്ത് നമ്മളുടെ പ്രസിക്ക് എന്ത് വേണം? ഒരു സ്ട്രക്ചർ വേണം, ഒരു ലോജിക്ക് വേണം, ആൻഡ് ടോൺ ഓഫ് ദി ഒറിജിനൽ. ആ ഒറിജിനൽ എസ്സേന്റെ ഒരു ടോണും വേണം. വിതൗട്ട് പേഴ്സണൽ കമൻട്രി, നമ്മുടെ പോയിന്റ്സ് എഴുതാനുള്ള സ്ഥലമല്ല പ്രേസി റൈറ്റിംഗ്. നിങ്ങൾ ആലോചിച്ച് നോക്കുക, നിങ്ങൾക്ക് ഹൈക്കോർട്ട് അസിസ്റ്റന്റായി ജോലി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ കമൻട്രി അതിനകത്ത് എഴുതാനായിട്ട് സാധിക്കുമോ? പറ്റില്ല. ഓൾറൈറ്റ്, അപ്പോൾ എന്തൊക്കെയാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്? യു ഷുഡ് സമ്മറൈസ് ഇൻ യുവർ ഓൺ വേർഡ്സ്. അബൌട്ട് 1/3 ലെങ്ത് ആണ് യൂഷ്വലി പ്രിസ്ക്രൈബ് ചെയ്യുക. നമ്മുടെ 2023 ക്വസ്റ്റ്യനിലും എന്താണ് 1/3 ഓഫ് ദി ലെങ്ത് ആണ് പ്രിസ്ക്രൈബ് ചെയ്തത്. ഏകദേശം ഒരു 400 വാക്കുകളുടെ ഒരു എസ്സേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു 1/3 33% അല്ലെങ്കിൽ 30% നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഏകദേശം 120 വാക്കിന് മുകളിൽ വരും. ഓക്കെ, 130 വാക്കിന് 135 വാക്കിൽ നിങ്ങൾ തീർക്കണം. അതിൽ കൂടുതലായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ മാർക്ക് വല്ലാതെ കുറയും. ഓക്കെ, വല്ലാതെ ചെറുതാവാനും പാടില്ല. അതാണ് പ്രേസി റൈറ്റിംഗിൽ നമ്മൾ നോക്കേണ്ട കാര്യം. പിന്നെ തെറ്റിച്ച് പറയരുത്, എന്താണ് പ്രസിസ് റൈറ്റിംഗ് എന്ന് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. പ്രേസി പ്രൊനൗൺസിയേഷൻ പറയുന്നത് പ്രേസി. ഓക്കെ, പ്രേസി റൈറ്റിംഗ്. ഓൾറൈറ്റ്, മാത്രമല്ല ഒരു ടൈറ്റിൽ നിങ്ങൾ കൊടുക്കണം. ആ സെൻട്രൽ ഐഡിയ നിങ്ങൾ കീപ്പ് ചെയ്യുകയും വേണം. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ ഒരു പ്രേസി എഴുതാം? നമ്മളൊരു കറക്റ്റ് ആയിട്ടുള്ള പ്രേസി എഴുതുന്നതിന് മുൻപ് നമുക്ക് കയ്യിൽ എന്തുണ്ട്? ഒരു എസ്സേ ഉണ്ട്. അവരൊരു എസ്സേ തന്നിട്ടുണ്ടാവും ക്വസ്റ്റ്യൻ പേപ്പറിൽ. ആ എസ്സേ 2 ആവർത്തി വായിക്കണം. ആദ്യം അർത്ഥം മനസ്സിലാക്കാൻ വായിക്കണം, പിന്നെ നമുക്ക് ഈ പ്രേസി എഴുതാനായിട്ടുള്ള ഒരു ഉദ്ദേശത്തിൽ കൂടി വായിക്കണം. ഓക്കെ, അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളൊരു റഫ് ഡ്രാഫ്റ്റ് ഉണ്ടാക്കണം. ആദ്യം റഫ് പോയിന്റ് ഉണ്ടാക്കണം, പിന്നെ ഒരു റഫ് പ്രേസി ഉണ്ടാക്കണം. ഓക്കെ, ഈ വാക്കുകൾ സെന്റൻസുകളൊക്കെ പോയിന്റുകളായിട്ട് എഴുതിയിട്ടുള്ളൊരു റഫ് ഡ്രാഫ്റ്റ് എഴുതിയതിനു ശേഷം ഒരു റഫ് പ്രേസി എഴുതണം. അതിലാണ് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള പോയിന്റുകൾ എഴുതുന്നുണ്ടോ, കറക്റ്റ് ആയിട്ടുള്ള വാക്കുകളിലേക്ക് എത്തുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കേണ്ടത്. എന്നിട്ട് വേണം നിങ്ങൾ ഫെയർ പ്രേസി എന്തിൽ എഴുതാൻ? നിങ്ങളുടെ ആൻസർ ബുക്ക്ലെറ്റിൽ എഴുതാനായിട്ട്. ഓക്കെ, അപ്പോൾ നമുക്കൊരു എസ്സേ വച്ചിട്ട് തന്നെ ഈ ഒരു ക്ലാസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. നമുക്കൊരു എസ്സേ ഉണ്ട്. വായിക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഒന്ന് സൂം ചെയ്ത് വായിക്കുക. ഓക്കെ, സോ ദിസ് എസ്സേ, ഇങ്ങനത്തെ ഒരു എസ്സേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. ഇതിലും കുറച്ചും കൂടെ വലുതായിരിക്കും. കുറച്ചും കൂടെ വലുതാക്കി കഴിഞ്ഞാൽ, കുറച്ചും കൂടെ വലുതെന്ന് പറയുന്നത് ഇത് ഏകദേശം ഒരു 100 വാക്കിലാണ് ഉള്ളത്. ഓക്കെ, സോ ഇതാണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള എസ്സേ. ഇതാണ് നമ്മൾ ഇന്നൊരു പ്രേസി ആക്കാനായിട്ട് പോകുന്നത്. സോ ഇത് ടെക്നോളജിയെ പറ്റിയിട്ടുള്ളതാണ്. ഇത് ഏകദേശം ഒരു 300 വാക്കിൻ്റെ ഒരു പ്രേസിയാണ്. നമുക്ക് കഴിഞ്ഞ 2023 വന്നത് ഏകദേശം 400 വാക്കിൻ്റെ ഒരു എസ്സേ ആണ് വന്നത്. അതാണ് നമുക്ക് ഏകദേശം ഒരു 130 വാക്കുകളിലേക്ക് ചുരുക്കി എഴുതേണ്ടത്. അപ്പോൾ പക്ഷെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമുക്ക് പല രീതിയിലുള്ള പല ലെങ്തിലുള്ള എസ്സേ വെച്ച് നമ്മൾ പഠിക്കണം. കാരണം കൃത്യം ഇത്ര വാക്കിലുള്ളത് തന്നെയായിരിക്കും വരുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല.
ഓൾറൈറ്റ്, സോ നമുക്ക് നോക്കാം. ടെക്നോളജിയെ പറ്റിയിട്ടാണ് ഈ ഒരു എസ്സേ ഉള്ളത്. നിങ്ങൾക്ക് വായിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ചെറിയ രീതിയിൽ ഒന്ന് സൂം ചെയ്ത് വായിച്ചോളൂ, അല്ലെങ്കിൽ ഞാൻ പറയുമ്പോൾ ഒന്ന് ഫോളോ ചെയ്തോളൂ. ഓക്കെ, സോ ടെക്നോളജി ഹാസ് ട്രാൻസ്ഫോം ദ വേ പീപ്പിൾ കമ്മ്യൂണിക്കേറ്റ്, വർക്ക് ആൻഡ് ലേൺ. A few decades ago, information traveled slowly and people depended largely on books, newspapers and face-to-face conversations. Today, a person can obtain information from anywhere in the world within seconds. This rapid flow of information has improved education, business, healthcare and public administration. Students can attend online classes, doctors can consult patients remotely, and governments can deliver services more efficiently through digital platforms. അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ ഒരു അർത്ഥം മനസ്സിലായിട്ടുണ്ടാകും. എന്താണ് അർത്ഥം? ടെക്നോളജിയെ പറ്റി പറയുന്നതാണ്. ടെക്നോളജി ട്രാൻസ്ഫോം ചെയ്തു നമ്മുടെ കമ്മ്യൂണിക്കേഷൻ, വർക്കിംഗ് ആൻഡ് ലേണിംഗ്, എഡ്യൂക്കേഷനെയും കമ്മ്യൂണിക്കേഷനെയും വർക്കിങ്ങിനെയും ഒക്കെ ട്രാൻസ്ഫോം ചെയ്തു എന്നുള്ള കാര്യമാണ്. അപ്പോൾ പണ്ട് പതിയായിരുന്നു, ഇന്നിപ്പോൾ സെക്കൻഡുകൾ കൊണ്ട് നമുക്കത് സാധ്യമാകും എന്നുള്ള കാര്യമാണ് ഇത്രയും പറഞ്ഞിട്ടുള്ളത്. നമ്മൾ അതിൻ്റെ ഒരു കോർ ഐഡിയയാണ് ഓരോ പാരഗ്രാഫ് എന്ന് നമ്മൾ സ്വീകരിക്കേണ്ടത്, നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ടത്. നമുക്ക് ഈ എക്സാമ്പിൾസ് ആവശ്യമില്ല, ബിക്കോസ് നമ്മൾ കൺസൈസ് ആക്കാനാണ് നോക്കുന്നത്. ഓക്കെ, അവർ ഡീറ്റെയിൽ ആയിട്ട് എഴുതാനാണ് എസ്സേ, കൺസൈസ് ആക്കാനാണ് പ്രസി ഉള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു കോർ ഐഡിയ എന്താ? ടെക്നോളജിയുടെ പോസിറ്റീവ്സ് ആണ് പറഞ്ഞത്. പ്രധാനമായിട്ട് 3 കാര്യങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ, വർക്ക് ആൻഡ് ലേൺ എന്നുള്ള കാര്യത്തിലാണ്, അല്ലേ? ഇനി അടുത്ത പാരഗ്രാഫിൽ നോക്കാം. അപ്പോൾ നിങ്ങൾ എസ്സേ എഴുതുമ്പോഴും ഷോർട്ട് എസ്സേസ് നിങ്ങൾക്ക് 2 എഴുതാനുണ്ട്, 15 മാർക്കിൻ്റെ. ആ 15 മാർക്കിൻ്റെ ഷോർട്ട് എസ്സേ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഈ എസ്സേ വായിക്കുന്നത് ആക്ച്വലി എന്താണ്? നിങ്ങൾക്കൊരു പഠനമാണ്. ഇവിടെ പല പാരഗ്രാഫിലായിട്ട് നമ്മൾ പല ഐഡിയാസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്, റൈറ്റ്? അടുത്ത ഒരു പാരഗ്രാഫ് നോക്കാം. However, technology has also created new challenges. The excessive use of smartphones and social media has reduced face-to-face interaction in many families. Many people spend hours online without realizing how much time they lose. The spread of false information through digital platforms can also create confusion and social unrest. Therefore, users must learn to verify information before accepting or sharing it. Alright, അപ്പോൾ അതിൻ്റെ ഒരു ടെക്നോളജി വളർന്നതിൻ്റെ ഒരു ദൂഷ്യ വശമാണ് ഇവിടെ പറയുന്നത്. ടെക്നോളജി പുതിയ ചാലഞ്ചുകൾ കൊണ്ടുവന്നിട്ടുണ്ട്. സ്ക്രീൻ ടൈം കൂടുന്നത് കാരണം ഫേസ് ടു ഫേസ് ആക്ച്വൽ ഹ്യൂമൻ റിയൽ ലൈഫ് ഇൻറ്ററാക്ഷൻസ് കുറയുന്നു, അവേഴ്സ് ചിലവഴിക്കുന്നു. അപ്പോൾ ആ ഒരു കാര്യത്തിൻ്റെ ഒരു അഡീഷണൽ പോയിന്റാണ് അതിൻ്റെ അടുത്ത് എഴുതിയേക്കുന്നത്, അവേഴ്സ് ചിലവഴിക്കുന്നു. നമുക്കത് ആവശ്യമില്ല, നമുക്ക് ആ പോയിന്റ് മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് അവിടെ ഒരു വാക്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്കിത് കുറയ്ക്കാം. ഓൺലൈൻ ടൈം എന്നോ സ്ക്രീൻ ടൈം എന്നുള്ള രീതിയിലേക്ക് ആ എൻറ്റയർ 2-3 സെൻറ്റൻസിനെ നമുക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. ദ സ്പ്രെഡ് ഓഫ് ഫോൾസ് ഇൻഫർമേഷൻ ത്രൂ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് can also create confusion. ഓക്കെ, അപ്പോൾ എങ്ങനെ ഒരു സോഷ്യൽ അൺട്രസ്റ്റിലേക്ക് മിസ്ഇൻഫോർമേഷൻ നയിക്കാം? അപ്പോൾ മിസ്ഇൻഫോർമേഷൻ്റെ, ഫേക്ക് ന്യൂസിൻ്റെ, ഫോൾസ് ന്യൂസിൻ്റെ ഒക്കെ ബുദ്ധിമുട്ടിനെ പറ്റിയിട്ടാണ് അടുത്ത പോയിന്റ് പറയുന്നത്. അതുകൊണ്ട് യൂസേഴ്സ് മസ്റ്റ് ലേൺ ടു വെരിഫൈ ഇൻഫർമേഷൻ ബിഫോർ ദേ ഷെയർ ഇറ്റ്, റൈറ്റ്? ഓൾറൈറ്റ്, അപ്പോൾ നോക്കൂ, അനദർ കൺസേൺ ഈസ് പ്രൈവസി. ഓക്കെ, പ്രൈവസിയാണ് മറ്റൊരു കൺസേൺ എന്ന് പറയുന്നത്, അല്ലേ? നമ്മുടെയൊക്കെ ഡേറ്റ, നമ്മുടെ ഫോട്ടോ, നമ്മുടെ ഫാമിലി മെമ്പേഴ്സിൻ്റെ ഡേറ്റ എല്ലാം നമ്മളുടെ സോഷ്യൽ മീഡിയയിലൊക്കെ ഉണ്ട്, റൈറ്റ്? വി നോ ദാറ്റ് എവറി ഓൺലൈൻ ആക്ടിവിറ്റി ലീവ്സ് ബിഹൈൻഡ് ഡിജിറ്റൽ ഡേറ്റ ആൻഡ് ദിസ് ഇൻഫർമേഷൻ മേ ബി കളക്റ്റഡ് ഓർ മിസ്യൂസ്ഡ് ഇഫ് പ്രോപ്പർ സേഫ് ഗാർഡ്സ് ആർ നോട്ട് ഇൻ പ്ലേസ്. അതിൻ്റെ പ്രോബ്ലംസിനെ പറ്റി പറയുന്നതാണ്, അതിൻ്റെ എക്സ്പ്ലനേഷൻ ആണ് കൂടുതലുള്ളത്. Individuals should use strong passwords, avoid sharing sensitive personal information unnecessarily, and remain aware of online security practices. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രൈവസീൻ്റെ കൺസേണിനെ എക്സ്പ്ലെയിൻ ചെയ്യാണ് ചെയ്യുന്നത്. നമുക്കത് ആവശ്യമുണ്ടോ? നമ്മളുടെ പാസ്വേഡ് സൂക്ഷിക്കണം, നമ്മളുടെ ഡേറ്റ ഷെയർ ചെയ്യുന്നത് കുറയ്ക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി നമുക്ക് ഒരുപാട് എഴുതേണ്ട ആവശ്യമില്ല. ദ പോയിന്റ് ഈസ് ക്ലിയർ, അല്ലേ? നമ്മൾ പ്രൈവസീനെ പറ്റി എഴുതുകയാണെങ്കിൽ ദ പോയിന്റ് ഈസ് ക്ലിയർ, കാരണം അതൊക്കെ വരും എന്നുള്ള കാര്യം നമുക്കറിയാം. ഗവൺമെന്റ്സ് ആൻഡ് ടെക്നോളജി കമ്പനീസ് ഓൾസോ ഹാവ് എ റെസ്പോൺസിബിലിറ്റി ടു പ്രൊട്ടക്ട് യൂസേഴ്സ് ഡേറ്റ ആൻഡ് എൻഷ്യൂർ ട്രാൻസ്പാരൻസി ഇൻ ദ കളക്ഷൻ ആൻഡ് യൂസ് ഓഫ് പേഴ്സണൽ ഇൻഫർമേഷൻ. ഓക്കെ, അപ്പോൾ വ്യക്തികൾക്കുള്ള പോലെ തന്നെ ഗവൺമെന്റ്സിനും വലിയ കമ്പനികൾക്കും ഒക്കെ ആ റെസ്പോൺസിബിലിറ്റി ഉണ്ട്. ടെക്നോളജി ഇറ്റ്സെൽഫ് ഈസ് നീദർ ഗുഡ് നോർ ബാഡ്. ഇറ്റ്സ് വാല്യൂ ഡിപ്പെൻഡ്സ് on how wisely it is used. When people use technology responsibly, it becomes a powerful tool for learning, innovation, and social progress. However, if it is used carelessly, it may lead to addiction,
മിസ്ഇൻഫർമേഷൻ ആൻഡ് പ്രൈവസി റിസ്ക്സ്. ഓക്കെ, അതൊക്കെയാണ് 3 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. എന്താണ്? അഡിക്ഷൻ, മിസ്ഇൻഫർമേഷൻ ആൻഡ് പ്രൈവസി റിസ്ക്. അപ്പോൾ ഇവർ തന്നെ അത് ആക്ച്വലി എന്ത് ചെയ്തിട്ടുണ്ട്? ഒന്ന് ചെറുതാക്കി പറയുന്നുണ്ട് എന്തൊക്കെയാണ് ഇവർ ഈ 3 പാരഗ്രാഫായിട്ട് പറഞ്ഞതെന്നുള്ളത്. റൈറ്റ്. Therefore, society must encourage digital literacy. That's another keyword that we can use. Therefore, society must encourage digital literacy so that people can enjoy the benefits of technology while minimizing its harmful effects. Okay, അപ്പോൾ ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നോക്കൂ, ഈ ഒരു എസ്സേയിൽ, ഒരു ലോങ് എസ്സേയിൽ നമുക്ക് ഓൾറെഡി ഡിവിഷൻ ഓഫ് ഐഡിയാസ്, നല്ല എസ്സേ ആയിരിക്കും അവർ തരുന്നത്. അപ്പോൾ ഓൾറെഡി ഡിവിഷൻ ഓഫ് ഐഡിയാസ് ഉണ്ട്. അതിൽ തന്നെ നമുക്ക് എക്സാമ്പിൾസ് മാറ്റാം. നമുക്ക് എക്സാമ്പിൾസ് വേണ്ട, നമുക്ക് കൺസൈസ് ആയിട്ട് അതിൻ്റെ കീ ഐഡിയ മാത്രം പ്രസൻറ്റ് ചെയ്താൽ മതി. ബിക്കോസ് അതിനുള്ള സ്ഥലമേ നമുക്കുള്ളൂ. റൈറ്റ്. ഓൾറൈറ്റ്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഒരു റഫ് ഡ്രാഫ്റ്റിലേക്ക്, അത് കഴിഞ്ഞിട്ട് റഫ് പ്രൈസിലേക്ക്, എന്നിട്ട് എങ്ങനെ ഒരു ഫെയർ പ്രൈസിലേക്ക് എഴുതാം എന്നുള്ള കാര്യം നോക്കുക. സോ ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് യു ഷുഡ് റീഡ് ട്വൈസ്. ഞാനിപ്പോൾ വളരെ പതിയാണ് വായിച്ചു തന്നത്. നിങ്ങൾ ആദ്യം ഒന്ന് വായിക്കുക, പിന്നെ രണ്ടാമത് വായിക്കുന്ന സമയത്താണ് ഇതിൽ നിന്ന് ഏതൊക്കെ പോയിന്റ് എടുക്കണം, ഏതൊക്കെ പോയിന്റ് ഒഴിവാക്കണം എന്നുള്ള ഒരു മൈൻഡിൽ നിങ്ങൾ വായിക്കേണ്ടത്. റീഡ് അഗെയിൻ ടു ഐഡന്റിഫൈ ദ മെയിൻ ഐഡിയ. ഓക്കെ, ഓരോ എസ്സേയിലും ഓരോ മെയിൻ ഐഡിയ ഉണ്ടെന്ന് മനസ്സിലാക്കുക. ഇഗ്നോർ എക്സാമ്പിൾസ് ആൻഡ് റെപ്പിറ്റേഷൻ. അപ്പോൾ പല ഐഡിയ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്യും അല്ലേ. ഇപ്പോൾ ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ ഇല്ല, കുറേ നേരം അതിൽ സ്പെൻഡ് ചെയ്യുന്നു, അത് തന്നെ വീണ്ടും ആ എസ്സേയിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങനെ റിപ്പീറ്റ് ചെയ്ത് കളിക്കാൻ സമയമില്ല. റൈറ്റ്. അപ്പോൾ 2 തവണ വായിക്കുക. ആദ്യം മീനിങ്ങിന് വേണ്ടി വായിക്കുക, രണ്ടാമത് ഈ പ്രൈസ് എഴുതാൻ വേണ്ടി വായിക്കുക. ഫൈൻഡ് മെയിൻ പോയിന്റ്സ്. അപ്പോൾ ഇതിലെ മെയിൻ പോയിന്റുകൾ എന്തൊക്കെയാണ്? ടെക്നോളജി ചേഞ്ച്ഡ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് 3 കാര്യങ്ങളിലൊക്കെയാണ്. കമ്മ്യൂണിക്കേഷൻ, എഡ്യൂക്കേഷൻ, നമ്മളുടെ വർക്കിൻ്റെ കാര്യത്തിലായാലും ഒക്കെ. റിസ്കുകളുണ്ട്. റെസ്പോൺസിബിൾ യൂസ് വേണം, ഡിജിറ്റൽ ലിറ്ററസി വേണം. അപ്പോൾ റിസ്കുകൾ എന്തൊക്കെയാണ്? പ്രധാനമായിട്ട് മിസ്കമ്മ്യൂണിക്കേഷൻ പറഞ്ഞു, നമ്മുടെ സ്ക്രീൻ ടൈം, ഫേസ് ടു ഫേസ് ഇൻട്രാക്ഷൻ കുറയുന്നതിനെ പറ്റി പറഞ്ഞു. മറ്റൊന്ന് റെസ്പോൺസിബിൾ യൂസ് വേണം ഫ്രം അവർ പാർട്ട്, ഫ്രം ദ യൂസേഴ്സ് പാർട്ട് ആസ് വെൽ ആസ് ദി കമ്പനീസ് പാർട്ട്. റൈറ്റ്. പിന്നെ ഡിജിറ്റൽ ലിറ്ററസി വേണം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറച്ച് പോയിന്റ് കൂടുതൽ എഴുതാനായിട്ട് പറ്റും. ഇപ്പോൾ നമുക്ക് ഇൻസ്റ്റാഗ്രാമിൽ എന്തുണ്ട്, ഫീച്ചർ ഉണ്ട്, എത്ര നമ്മൾ 1 മണിക്കൂർ നമുക്കൊരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്യാം. അതൊന്നും എഴുതാൻ പാടില്ല. ബിക്കോസ് നിങ്ങളുടെ പോയിന്റുകൾ എഴുതാൻ പാടില്ല. നോ പേഴ്സണൽ കമൻട്രി. ഓക്കെ, നോ പേഴ്സണൽ കമൻട്രി. ഓക്കെ, നിങ്ങളുടെ പോയിന്റ് എഴുതാനല്ല, തന്നിരിക്കുന്ന എസ്സേ പ്രിസൈസ് ആക്കാനാണ്, കൺസൈസ് ആക്കാനാണ് നിങ്ങളെ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ കൂടുതൽ പോയിന്റുകൾ ആഡ് ചെയ്യരുത്. ഉള്ള പോയിന്റിനെ അതേ ടോണിൽ, ആ ഒരു സ്ട്രക്ചറിൽ അവതരിപ്പിക്കുക എന്നുള്ളതാണ്. എങ്ങനെ അത് ചെയ്യും? റഫ് നോട്ടുകൾ ഉണ്ടാക്കുക. സെൻറ്റൻസുകളായിട്ട് ഫുൾ സെൻറ്റൻസുകൾ എഴുതണ്ട, ജസ്റ്റ് റൈറ്റ് പോയിന്റ്സ്. ഓക്കെ, ടെക്നോളജി ചേഞ്ച്ഡ് കമ്മ്യൂണിക്കേഷൻ, ഫാസ്റ്റ് ഇൻഫർമേഷൻ കിട്ടുന്നു അല്ലേ. ബേസിക്കലി IT എന്ന് പറയുന്നത് എന്താ? ഇൻഫർമേഷൻ ടെക്നോളജിയാണ്. നമ്മൾ എന്ത് കാര്യമായാലും ദിസ് ഇസ് എൻ ഇൻഫർമേഷൻ. റൈറ്റ്. ഇൻഫർമേഷൻ ഇൻ ദ സെൻസ് ഇത് എന്തായിട്ടായിരിക്കും വരിക? ഈ വീഡിയോ ഫയലാണ്. ഈ വീഡിയോ ഫയല് നിങ്ങളുടെ കയ്യിലേക്ക് എത്തുന്നു, ആ ഇൻഫർമേഷൻ ഷെയർ ആവുകയാണ്. അപ്പോൾ ഈ ഇൻഫർമേഷൻ ഷെയറിങ് വഴിയാണ് നമ്മളുടെ ഫയലുകളായാലും, ഗവൺമെൻറ് ഫയലുകളായാലും, നമ്മുടെ ആപ്ലിക്കേഷൻസ് ആയാലും, നമ്മുടെ എൻറ്റയർ എഡ്യൂക്കേഷൻ്റെ മേഖലയിലായാലും ഒക്കെ സംഭവിക്കുന്നത്. അപ്പോൾ ഈ ടെക്നോളജി ചേഞ്ച്ഡ് കമ്മ്യൂണിക്കേഷൻ അതുവഴി ഫാസ്റ്റായിട്ട് നമുക്ക് ഇൻഫർമേഷൻ കിട്ടും. ഹെൽപ്സ് എഡ്യൂക്കേഷൻ, ബിസിനസ് ആൻഡ് ഹെൽത്ത് കെയർ. ഹാസ് ഡിസഡ്വാൻറ്റേജസ്, ലെസ് പേഴ്സണൽ ഇൻട്രാക്ഷൻ. അപ്പോൾ അവിടെ നിങ്ങൾക്ക് സ്ക്രീൻ ടൈം എന്നുള്ള കാര്യം എഴുതാൻ വേണമെങ്കിൽ മിസ്ഇൻഫർമേഷൻ വരാം, പ്രൈവസി കൺസേൺസ് വരാം. അത്രയാണ് റിസ്ക് ആയിട്ട് പറയുന്നത്. പ്രൊട്ടക്ട് പേഴ്സണൽ ഡേറ്റ, റെസ്പോൺസിബിൾ യൂസ് വേണം, ഡിജിറ്റൽ ലിറ്ററസി വേണം. അപ്പോൾ ഈ ഒരു നോട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ, ഓക്കെ, ഈ നോട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ റഫ് പ്രൈസ് എഴുതുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എൻഷുർ ചെയ്യാൻ പറ്റും ദാറ്റ് വി ഡോണ്ട് ഫോർഗെറ്റ് എനിത്തിങ്. നമ്മൾ പോയിന്റുകളൊന്നും മിസ്സാവുന്നില്ല എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് റഫ് പ്രൈസിലേക്ക് പോവാം. ടെക്നോളജി ഹാസ് ഗ്രേറ്റ്ലി ഇംപ്രൂവ്ഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ആക്സസ് ടു ഇൻഫർമേഷൻ ബെനിഫിറ്റിംഗ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ബിസിനസ് ആൻഡ് ഗവേണൻസ്. ആ ഒരു സെൻറ്റൻസുകൾ നമ്മൾ എല്ലാ കാര്യങ്ങളും അവിടെ കവർ ചെയ്തിട്ടുണ്ട്. At the same time, it has created problems such as reduced personal interaction, misinformation and privacy risk. അവർ 2-3 പാരഗ്രാഫിൽ എഴുതിയത് നമ്മളത് കൺസൈസ് ആക്കിയിട്ടുണ്ട്. Therefore, users should act responsibly and protect personal data. Governments and technology companies also have responsibilities.
അതിന് റൈറ്റ്. ടെക്നോളജി ബിക്കംസ് ബെനിഫിഷ്യൽ ഓൺലി വെൻ സപ്പോർട്ടഡ് ബൈ റെസ്പോൺസിബിൾ യൂസ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി. അപ്പോൾ ഒരു ഫെയർ റഫ് പ്രസിയാണ്. ഇതിൽ നിന്ന് എന്തൊക്കെ ഒഴിവാക്കാം എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഓക്കെ, മറ്റൊരു കാര്യം ഞാൻ നിങ്ങൾക്ക് ഒരു പോയിന്റ് പറഞ്ഞുതരാം. നമുക്കിതൊരു 100 വാക്കിൽ തന്നെ വേണം എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ അതിൽ എഴുതാൻ ബാധ്യസ്ഥരാണ്. 1/3 എന്ന് പറഞ്ഞാൽ നമുക്കൊരു 10 വാക്കിൻ്റെ ഒരു വ്യത്യാസത്തിൽ എഴുതിയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ 100 വാക്കിൽ തന്നെ എഴുതണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ ചെയ്യും? പണ്ട് ഞങ്ങൾ സ്കൂളിലൊക്കെ 100 വാക്കിലാക്കുക എന്ന് പറയും, അല്ലെങ്കിൽ 60 വാക്കിലാക്കുക എന്ന് പറയും. അപ്പോൾ ഇതുപോലെ തന്നെ ഒരു എസ്സേ ആയിരിക്കും തരിക, ആൻഡ് വി ഹാഡ് ടു മേക്ക് ഇറ്റ് ഇൻ ടു 60 വേർഡ്സ്. അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്, നമുക്ക് റൂളറും കൊണ്ടാണ് നമ്മൾ ഇംഗ്ലീഷ് പരീക്ഷയ്ക്ക് പോകുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ റോസ് ആൻഡ് കോളംസ് വരയ്ക്കും. ഇങ്ങനെ റോസ് ആൻഡ് കോളംസ് വരച്ചിട്ട് നിങ്ങൾക്ക് വാക്കുകൾ ആ ടേബിളിൻ്റെ ഉള്ളിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിനുള്ള സമയമില്ല. നമുക്ക് ആകെ 10 മിനിറ്റാണ് 10 മാർക്കാണ് പ്രൈസി റൈറ്റിങ്ങിനുള്ളത്. സോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്ക് വേണമെങ്കിൽ ഡോട്ട് ഇടാം. ഈ ഒരു ഡോട്ട് എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് താഴേക്കും കുറച്ച് ഡോട്ട് ഇട്ടിട്ട്, അപ്പോൾ 10 × 10 എന്നുള്ള രീതിയിൽ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ ഡോട്ടിലും ആവശ്യം വേണ്ട വാക്കുകൾ എഴുതി പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഒരു റഫ് ഐഡിയ കിട്ടും. എൻ്റെ പ്രൈസി ഈ പറയുന്ന 100 വാക്കിലോ അല്ലെങ്കിൽ 130 വാക്കോ കഴിഞ്ഞ് പോകുന്നില്ല എന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. ഓക്കെ, ടേബിൾ വരയ്ക്കേണ്ട, ടേബിളൊന്നും വരച്ച സമയം കളയണ്ട. പക്ഷേ നിങ്ങൾക്കൊരു ഡോട്ട് ഇട്ടിട്ട് നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ആവറേജ് എടുത്താലും മതി. എൻ്റെ ഹാൻഡ് റൈറ്റിംഗ് അനുസരിച്ച് ഞാൻ ഒരു ലൈനിൽ എഴുതുന്നത് ഒരു 5-6 വാക്കാണ്. അതിനനുസരിച്ച് എനിക്കൊരു 20 ലൈൻ എഴുതി കഴിഞ്ഞാൽ ഏകദേശം 100 വാക്കാവും എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങും മതി. പക്ഷെ കറക്റ്റായിട്ട് 100 വാക്ക് എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ ഞങ്ങൾ 100 വാക്കുകളിൽ തന്നെ അത് നിർത്തുമായിരുന്നു. അങ്ങനെയും നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ റഫ് പ്രൈസി എഴുതി. ഈ റഫ് പ്രൈസിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഈ റഫ് ഡ്രാഫ്റ്റ് ഇംപ്രൂവ് ചെയ്യണം. ഓക്കെ, നമുക്ക് ആ 10 മാർക്കിൽ എന്ത് വേണം? നമുക്ക് ആ 10 മാർക്കിൽ 10 കിട്ടണം. ഇത് എങ്ങനെയെങ്കിലും എഴുതി തീർത്തിട്ട് കാര്യമില്ല. നമ്മുടെ ഒരു മാർക്കായിരിക്കും നമ്മളുടെ റാങ്ക് തീരുമാനിക്കുന്നത്. ചിലപ്പോൾ ആ ഒരു മാർക്കിലായിരിക്കും നമ്മൾ എന്ത് പോകുന്നത്? റാങ്ക് ലിസ്റ്റിൽ നിന്ന് പുറത്തു പോകുന്നത്, അല്ലെങ്കിൽ ജോലി കിട്ടാൻ 1 കൊല്ലം വൈകുന്നത്. 1 കൊല്ലം വൈകുക എന്ന് പറഞ്ഞാൽ ഈ ഒരു സാലറിയിലും നമ്മളുടെ റിട്ടയർമെൻറ്റിനും ഒക്കെ ബാധിക്കുന്ന കാര്യമാണ്. സോ നമ്മൾ എയിം ചെയ്യുന്ന സമയത്ത് ഫുൾ മാർക്സ് എയിം ചെയ്യുക. നമ്മുടെ പ്രൈസിയിൽ ഒന്നും കുറവുണ്ടാവാനായിട്ട് പാടില്ല. സോ ഇംപ്രൂവിങ് ദ റഫ് ഡ്രാഫ്റ്റ് ഈസ് അവർ നെക്സ്റ്റ് സ്റ്റെപ്പ്. Can anything be removed? നേരത്തെ ഒരു റഫ് പ്രസിയിൽ ഗവൺമെന്റ്സ് ആൻഡ് ടെക്നോളജി കമ്പനീസ് ഓൾസോ ഹാവ് റെസ്പോൺസിബിലിറ്റീസ്. അത് വേണമെങ്കിൽ നമുക്ക് ആ യൂസറിൻ്റെ ഒപ്പം തന്നെ എഴുതാവുന്നതാണ്. അപ്പോൾ ഓൾസോ ഹാവ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് യൂസേഴ്സ് ആൻഡ് ഗവൺമെന്റ്സ് ആൻഡ് നമ്മുടെ കമ്പനീസ്, ടെക്നോളജി കമ്പനീസ് ഒരുമിച്ച് എഴുതി കഴിഞ്ഞാൽ നമുക്ക് അവിടെ കുറേ സ്ഥലം ലാഭിക്കാൻ പറ്റും. നോട്ട് എസെൻഷ്യൽ ആണെങ്കിൽ എന്ത് ചെയ്യുക? അത് റിമൂവ് ചെയ്യുക. ക്യാൻ എനിത്തിങ് ബി കമ്പൈൻഡ്? കമ്പൈൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളുണ്ടോ? കമ്പൈൻ ചെയ്യുക. റെസ്പോൺസിബിൾ യൂസ് ആൻഡ് ഡിജിറ്റൽ ലിറ്ററസി കീപ് ടുഗദർ ഇംപ്രൂവ് ദ ഫ്ലോ. ഓക്കെ, അപ്പോൾ ഈ പ്രൈസി എഴുതുന്ന സമയത്ത് അതിനൊരു ഫ്ലോ വേണം. ആ ഒറിജിനൽ എസ്സേൻ്റെ ഒരു ലോജിക്കൽ സ്ട്രക്ചർ ഫോളോ ചെയ്യാൻ വേണം. ഓക്കെ, നമുക്ക് എങ്ങനെയെങ്കിലും 100 വാക്കിൽ എഴുതിയാൽ പോരാ. ആ എഴുതുന്ന പ്രൈസിയും എന്ത് വേണം? അതിനൊരു ഭംഗി ഉണ്ടാവണം. ഓക്കെ, സോ ടൈറ്റിൽ കൊടുക്കണം. ഫെയർ പ്രസി എഴുതുന്ന സമയത്ത് ടൈറ്റിൽ കൊടുക്കണം. നിങ്ങൾ ഫെയർ പ്രസി എന്ന് എഴുതാൻ പാടില്ല. നിങ്ങളുടെ മനസ്സിലാണ് അത് ഫെയർ പ്രസി, കാരണം നിങ്ങൾ ഓൾറെഡി റഫ് എഴുതിയിട്ടുണ്ട് എന്നുള്ളത് കൊണ്ട് നിങ്ങൾ ടൈറ്റിൽ കൊടുത്ത് എഴുതിയാൽ മാത്രം മതി. ടെക്നോളജി ഹാസ് ട്രാൻസ്ഫോംഡ് കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇംപ്രൂവ്ഡ് എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, ബിസിനസ് ആൻഡ് പബ്ലിക് സർവീസസ് അല്ലെങ്കിൽ ഗവേണൻസ്. ഒരു വാക്ക് ചുരുക്കാമാണെങ്കിൽ, despite these benefits, it has also created challenges such as reduced personal interaction, misinformation, and privacy concerns. Okay, therefore, technology should be used responsibly with adequate awareness of online safety. Digital literacy enables people to enjoy its advantages while minimizing its harmful effects. Okay, ഈ 2 കാര്യങ്ങൾ നമുക്ക് ഡിജിറ്റൽ ലിറ്ററസി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? ടെക്നോളജിയുടെ നല്ല വശങ്ങൾ എൻജോയ് ചെയ്യാൻ പറ്റും, മറ്റു കാര്യങ്ങൾ മിനിമൈസ് ചെയ്യാനും പറ്റും. അതിൽ റെഡ്യൂസിങ് അല്ലെങ്കിൽ മിനിമൈസിങ് അതിൻ്റെ ഹാംഫുൾ എഫക്ട്സ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഒരു സെൻറ്റൻസിൽ തന്നെ നിങ്ങൾക്ക് 2 പോയിന്റുകൾ കോൺട്രാസ്റ്റ് ഒക്കെ കൊണ്ടുവരാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അതിന് വേണ്ട വാക്കുകൾ നിങ്ങൾ പഠിക്കുക, അതിന് വേണ്ട ക്ലോസസ്, അതിന് വേണ്ട കണക്റ്റീവ്സ് നിങ്ങൾ പഠിക്കുക. ഓക്കെ, വേറാസ് അങ്ങനെയൊക്കെയുള്ള വാക്കുകൾ, അതാണ് നമുക്ക് പ്രൈസി റൈറ്റിങ്ങിൽ മെയിനായിട്ട് വരുന്നത്. നമ്മൾ ഈ പറഞ്ഞ കാര്യം ഒരു പ്രൈസി റൈറ്റിങ്ങിനെ എങ്ങനെ സമീപിക്കാം എന്ന് മാത്രമാണ്. ഇത് എഴുതാനുള്ള സ്കിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ മുമ്പിലുള്ള ടാസ്ക്. നിങ്ങൾ ഈ സ്റ്റെപ്സ് ഫോളോ ചെയ്തുകൊണ്ട് മാത്രമായില്ല, നിങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള വാക്കുകൾ വേണം. ഫോർ എക്സാമ്പിൾ therefore, however,
ഓക്കെ, ഡെസ്പൈറ്റ്, വൈൽ, അതേസമയം എന്നൊക്കെയുള്ള രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് എഴുതിയിട്ടുള്ള ഒരു പരിശീലനം നിങ്ങൾക്ക് ആവശ്യമാണ്. ഓക്കെ, നമ്മൾ അതുകൊണ്ടാണ് നമ്മളിവിടെ ഹൈക്കോർട്ട് അസിസ്റ്റന്റിന് റൈറ്റിംഗ് പ്രാക്ടീസ് ഫോക്കസ് ചെയ്തുകൊണ്ട് നിങ്ങൾ എല്ലാ ദിവസവും എസ്സേസ് എഴുതണം, എല്ലാ ദിവസവും പ്രസി എഴുതണം, ലെറ്റർ റൈറ്റിംഗ് ഉണ്ടെങ്കിൽ എല്ലാ ദിവസവും ലെറ്റർ എഴുതണം. അങ്ങനെ എഴുതി തന്നെ പഠിച്ചാലേ കാര്യമുള്ളൂ. ഓക്കെ, അതുപോലെ ഹിന്ദു ഇവിടെ നമ്മൾ വായിപ്പിക്കുന്നുണ്ട്, അതിൻ്റെ സമ്മറി ഉണ്ടാക്കുന്നുണ്ട്, അതിൽ നമ്മൾ പ്രസി റൈറ്റിംഗ് ചെയ്യിക്കുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഒരു റൈറ്റിംഗ് പ്രാക്ടീസ് ഉണ്ടായി നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് എന്ത് ആവശ്യമുണ്ട്? ഇംഗ്ലീഷ് ഏറ്റവും നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാനായിട്ടുള്ള കഴിവ് വേണം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തറിയില്ല? ഇംഗ്ലീഷ് ഗ്രാമർ നമുക്ക് ഈ ഒരു എക്സാമിന് വേണ്ട ലെവലിൽ അറിയണം എന്നില്ല, വേണ്ട രീതിയിൽ ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതാനുള്ള കഴിവുണ്ടാവണം എന്നില്ല. ഓക്കെ, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാം, മൈ ഇംഗ്ലീഷ് ഈസ് കവേർഡ് എന്ന രീതിയിൽ ചിന്തിക്കരുത്. ഇംഗ്ലീഷൊക്കെ അറിയുന്നവർ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? ഈ എക്സാമിന് പോയിട്ട് ഒന്നും എഴുതാൻ പറ്റാതെ വരുന്നതും. ഓക്കെ, അപ്പോൾ ഒരു ബേസിക് ടിപ്സ് ഒന്നും കൂടെ പറയാം. നിങ്ങളുടെ തന്നെ വാക്കുകളായിരിക്കണം, പേഴ്സണൽ ഒപ്പീനിയൻ പാടില്ല, ടൈറ്റിൽ കൊടുക്കണം, റിവൈസ് ബിഫോർ ഫൈനൽ കോപ്പി. റഫ് ഡ്രാഫ്റ്റ് എഴുതി കറക്റ്റ് 1/3 ഉള്ളൂ അല്ലെങ്കിൽ 120 വാക്കുള്ളൂ, ഫെയർ എഴുതിയേക്കാമെന്ന് വിചാരിക്കരുത്. അതിലും ഇമ്പ്രൂവ്മെൻറ്റിന് സാധ്യത നോക്കുക. ഒരു 2 മിനിറ്റ് അതിന് വേണ്ടി മാറ്റി വെക്കുക. ഓക്കെ, സോ നമുക്കിവിടെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റിൻ്റെ ബാച്ച് ഉണ്ട്. നമുക്കിവിടെ PSC ഉള്ള പോലെ തന്നെ നമുക്ക് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് നമ്മളുടെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എക്സാമാണ് അലോങ് വിത്ത് ദേവസ്വം ബോർഡ്. അപ്പോൾ PSCയുടെ അധ്യാപകരായിരിക്കും നിങ്ങളുടെ GK ടോപ്പിക്സ് കവർ ചെയ്യുക. അതിൽ തന്നെ ഇതിൽ ലീഗൽ ടെർമിനോളജി ഉള്ള കുറേ ഏരിയാസ് വരുന്നുണ്ട്. essay ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് ലീഗൽ ടെർമിനോളജി കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട് വേണം നമുക്കിത് എഴുതാനായിട്ട്. ആ ഒരു സ്റ്റാൻഡ് പോയിന്റ് നിന്ന് വേണം എഴുതാൻ. അതുകൊണ്ട് ഹൈക്കോർട്ട് അഡ്വക്കേറ്റ്സ് ഒക്കെയാണ് നമുക്ക് ക്ലാസ്സസ് എടുക്കാനായിട്ട് വരുന്നത്. സോ നമുക്കിവിടെ ഒരു മെൻറ്റർഷിപ്പ് കോച്ചിങ് ഉണ്ട്. നിങ്ങൾക്ക് ഒരു പേഴ്സണൽ മെൻറ്റർ ഉണ്ടാവും ഫോർ റൈറ്റിംഗ് പ്രാക്ടീസ്. ഡെയിലി നിങ്ങൾ റൈറ്റ് ചെയ്താൽ മാത്രമേ എന്ത് ബെനിഫിഷ്യൽ ആവുള്ളൂ, ഈ ഒരു എക്സാം നിങ്ങൾക്ക് നല്ല രീതിയിൽ അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ കോഴ്സിന് ജോയിൻ ചെയ്യുക. അല്ലെങ്കിൽ ആ മെൻറ്റർഷിപ്പ് വേറെ ആർക്കെങ്കിലും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓൾറൈറ്റ്, നമുക്ക് ഒബ്ജക്റ്റീവ്, സബ്ജക്റ്റീവ് ആൻഡ് മറ്റൊരു കാര്യം നമുക്ക് ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിന് നിങ്ങൾക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു കൊല്ലത്തിനപ്പുറം നിങ്ങൾക്ക് ജോലിയിൽ കയറാൻ പറ്റുന്ന ഒരു അവസരമാണ്. പരീക്ഷ കഴിഞ്ഞ് 6 മാസത്തിനുള്ളിൽ അപ്പോയിൻമെൻറ്റ് വരുന്ന വേറെ എക്സാം ഒന്നുമില്ല. അത് ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആണ്. നിങ്ങൾക്ക് കൊച്ചിയിൽ തന്നെ, നമ്മുടെ ഓഫീസ് ഇരിക്കുന്നത് കൊച്ചിയിലാണ്, കൊച്ചിയിൽ തന്നെ നിങ്ങൾക്ക് കരിയർ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ്. ട്രാൻസ്ഫർ കാര്യങ്ങളൊന്നും വരുന്നതല്ല. അപ്പോൾ ഈ കോഴ്സിനെ പറ്റി കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിൽ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, അല്ലെങ്കിൽ വാട്സാപ്പ് ചെയ്താലും മതി. ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അയച്ചു തരാം. അപ്പോൾ ഇത് ക്ലാസ് ഒക്കെ ഈ ഒരു രീതിയിലായിരിക്കും. ഇതിൻ്റെ ഒപ്പം ലൈവ് ക്ലാസ്സുകൾ ഉണ്ടായിരിക്കും, സ്റ്റഡി മെറ്റീരിയൽസ് ഉണ്ടായിരിക്കും, പേഴ്സണൽ മെൻറ്റർഷിപ്പ് ഉണ്ടായിരിക്കും. അപ്പോൾ ഒരു 4 to 5 months നിങ്ങൾ കഷ്ടപ്പെടാൻ റെഡിയാണെങ്കിൽ നിങ്ങളുടെ ഡിഗ്രി, ആക്ച്വലി നിങ്ങൾക്ക് ഡിഗ്രി കൊണ്ട് യൂസ് ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതുന്നവരാണെങ്കിൽ ഡിഗ്രി കൊണ്ട് യൂസ് ഉണ്ടാകുന്ന ഒരുപാട് എക്സാംസ് നമുക്ക് മുമ്പിൽ വരുന്നുണ്ട്. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം നമ്മൾ കോംബോ കൊടുക്കുന്നതാണ് LSGS, പഞ്ചായത്ത് സെക്രട്ടറിയുടെ പരീക്ഷയും കൊടുക്കുന്നുണ്ട്. അതൊക്കെ നമുക്ക് നല്ല രീതിയിൽ പ്രൊമോഷൻ സാധ്യതകളുള്ളതാണ്. ഹൈക്കോർട്ടിനായാലും അതെ, നമുക്ക് രജിസ്ട്രാർ ജനറൽ വരെ ആകാൻ പറ്റുന്ന ഒരു പോസ്റ്റാണ് ഹൈക്കോർട്ട്. അതുപോലെ തന്നെ LSGS, അതിനും നമുക്ക് ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാം ഒരു UPSC ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് PSCയെ പറ്റി നമ്മൾ പറയാം അല്ലേ, കുത്തബ് മിനാറിൻ്റെ പൊക്കമാണ് ചോദിക്കുന്നത്, കുത്തബ് മിനാറിൻ്റെ പൊക്കം ഇത്ര മീറ്റർ എന്ന രീതിയിൽ പഠിച്ചുകൊണ്ട് പോയതിൽ നിന്ന് ഇപ്പോൾ ഒക്കെ വളരെ ആപ്ലിക്കേഷൻ ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഒബ്ജക്റ്റീവിൽ ചോദിക്കുന്നത്, ഒബ്ജക്റ്റീവ് പേപ്പറിൽ ചോദിക്കുന്നത്. ഡിസ്ക്രിപ്റ്റീവ് പേപ്പറിലാണെങ്കിൽ നമ്മളൊരു UPSC ലെവലിലുള്ള essays ആണ് എഴുതേണ്ടത്. ആക്ച്വലി നല്ല കാര്യമാണ്. നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ആയിരിക്കും അപ്പോൾ തിരഞ്ഞെടുക്കപ്പെടുന്നതും. ഓക്കെ, അതൊക്കെ നമ്മുടെ സർവീസിനെ ബെറ്റർ ആക്കുന്ന കാര്യങ്ങളാണ്. പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ ഒക്കെയാണ് LSGSൽ പേപ്പറായിട്ട് വരുന്നത്, സബ്ജക്റ്റീവിൽ. ഓക്കെ, സോ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ, ഡെയിലി റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യാൻ ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ യു ക്യാൻ ജോയിൻ എസ്. കംപ്ലീറ്റ് സിലബസ് കവർ ചെയ്യുന്ന ഒരു കോഴ്സാണ് നമ്മളുടെ, വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഇൻ ഇംഗ്ലീഷ്. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യു ക്യാൻ വാട്സാപ്പ് ദിസ് നമ്പർ. താങ്ക് യു.